ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ ക്രിസ്മസ് പരീക്ഷയുടെ 2023 ഡിസംബർ 18 ക്രിസ്മസ് പരീക്ഷയുടെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി, അപ്പോൾ ഇതിൽ 15 മിനിറ്റ്സ് നമുക്ക് കൂൾ ഓഫ് ടൈം ആയിട്ട് തരുന്നുണ്ട്. ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കി റിലാക്സ് ചെയ്യാനുള്ള ടൈമാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി കമ്പൽസറിയാണ്, നിർബന്ധമായിട്ടും അറ്റൻഡ് ചെയ്യണം. ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ 4 ആക്ടിവിറ്റീസ് അറ്റൻഡ് ചെയ്താൽ മതി. ടോട്ടൽ 5 ആക്ടിവിറ്റീസാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോ ആക്ടിവിറ്റിക്കും 5 മാർക്സാണ് എ ഗ്രേഡ്. വാച്ച് ദി പിക്ചർ കെയർഫുള്ളി. ഇവിടെ ഒരു പിക്ചർ ഉണ്ട്, കൃത്യമായിട്ട് ക്ലിയറായിട്ടൊന്ന് വാച്ച് ചെയ്യുക. ആ പിക്ചറിൻ്റെ അടിസ്ഥാനപ്പെടുത്തി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൂ were the 4 friends in the forest? ഫോറസ്റ്റിലെ 4 കൂട്ടുകാർ ആരെല്ലാമാണ്? എവറി ഈവനിങ് ദേ യൂസ്ഡ് ടു ഗ്യാദർ നിയർ ദി. അവർ എല്ലാ വൈകുന്നേരവും എവിടെയാണ് ഒത്തുകൂടിയിരുന്നത്? ആ 4 ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ടോട്ടോയ്സ് ഉണ്ട്, റാറ്റ്, മൗസ് ഉണ്ട് അല്ലേ, പിന്നെ ഒരു ഡിയർ ഉണ്ട്, ഒരു ബേർഡാണ് അല്ലേ, ഒരു പക്ഷി. അപ്പോൾ ഇവിടെ എവിടെയാണ്? ഒരു പോണ്ടിൻ്റെ സൈഡിലാണ് ഇവർ ഒത്തുകൂടിയിരുന്നത്. പോണ്ട്, ലൈക്ക്, റിവർ എന്നാണ് അവിടെ ഓപ്ഷൻ തന്നത്. പോണ്ടാണ്. ദ ഡേഷ് വാസ് മിസ്സിങ്. ആരാണ് മിസ്സിങ് ആയത്? ദ ഡിയർ ഓൾവേസ് കംസ് ഏർലി. അത് ഡിയർ എപ്പോഴും നേരത്തെ വരും, അത് ശരിയാണോ? ഐ വിൽ ഗോ ആൻഡ് ചെക്ക്. ഹൂ സെഡ് ദിസ് വേർഡ്സ്? അപ്പോൾ ഇത് ടീച്ചർ നരേറ്റ് ചെയ്ത് തരും, ഒരു സ്റ്റോറി. ആ പിക്ചറിനെ ബേസ് ചെയ്തിട്ടൊരു സ്റ്റോറി ടീച്ചർ നരേറ്റ് ചെയ്ത് തരും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ചെയ്യാണ് വേണ്ടത്. ആക്ടിവിറ്റി 2 ഡിസ്ക്രിപ്ഷനാണ്. ദ ക്രോ സോ ദ ഡിയർ നിയർ ഇറ്റ്സ് നെസ്റ്റ്. ക്രോ ആരെ കണ്ടു? ഡിയറിനെ അതിൻ്റെ കൂടിൻ്റെ അടുത്ത് കണ്ടു. നോക്കിക്കേ, ഈ ഒരു പിക്ചറാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഒരു 4 ഫ്രണ്ട്സിൻ്റെ തന്നെ ഒരു സ്റ്റോറി ആയിട്ടാണ്. ഓരോ പിക്ചറും ഡിസ്ക്രൈബ് ചെയ്തിട്ട് അതിലുള്ള ഈവൻറ്റ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ പിക്ചറിൽ എന്താണ്, രണ്ടാമത്തെ പിക്ചറിൽ എന്താണ്, ആ ഒരു കാര്യം ഈവൻറ്റ്സ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് പിക്ചറിൽ ഒരു ആൾ വരികയാണ് അല്ലേ, എന്തിനാണ് വരുന്നത്? വുഡ് കട്ടറാണ്. അപ്പോൾ അയാൾ വരുന്നിട്ട് ആ ട്രീ, നമ്മുടെ ക്രോവിൻ്റെ നെസ്റ്റുള്ള ആ ഒരു ട്രീ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഡിയർ എന്ത് ചെയ്യാണ്? അപ്പോളജൈസ് ചെയ്യാണ്, ഇത് കട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അയാൾ തിരിച്ചു പോവുകയാണ്. ആ ഒരു ഈവൻറ്റ്സ് ഒന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആക്ടിവിറ്റി 3 പോസ്റ്റർ ഉണ്ടാക്കാനാണ്. ആ കട്ട് ചെയ്ത ഒരു ട്രീ തന്നിട്ടുണ്ട്. നെസ്റ്റിൽ നിന്ന് കുട്ടികളും നെസ്റ്റും ഒക്കെ അവിടെ താഴെ വീണ് എടുക്കുന്നുണ്ട്. മദർ ബേർഡ് അവിടെ നിൽക്കുന്നുണ്ട്, ആ റിമെയിൻ പാർട്ടിൽ നിൽക്കുന്നുണ്ട്. പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊട്ടക്റ്റിംഗ് ട്രീസ്. അപ്പോൾ ട്രീസ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് വെച്ചിട്ട് പോസ്റ്റർ മേക്കിംഗ് ആണ്. അട്രാക്റ്റീവായിട്ടുള്ള സെൻറ്റൻസ് അതിൽ ഉൾപ്പെടുത്തണം. പോസ്റ്റർ ആകുമ്പോൾ ചിത്രം വേണം, ഭംഗിയാക്കണം, ബ്യൂട്ടിഫുൾ ആക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്താണ്, കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഒരു വാസസ്ഥലം നഷ്ടപ്പെടുകയാണ് അല്ലേ, അവരുടെ ഒരു നെസ്റ്റ്, അവരുടെ ലിവിങ് പ്ലേസ് നഷ്ടപ്പെടുന്ന ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അട്രാക്റ്റീവായിട്ടുള്ള സെൻറ്റൻസ് എഴുതാം. ആക്ടിവിറ്റി 4 കോൺവെർസേഷനാണ്. ദ ചൈൽഡ്സ് ഫാദർ വെൻറ്റ് ടു ദി ഫെസ്റ്റിവൽ കമ്മിറ്റി ഓഫീസ്. ഹീ ടോൾഡ് ദ മാൻ ഈസ് ദ ഓഫീസ് എബൌട്ട് ഹിസ് മിസ്സിങ് ചൈൽഡ്. ഫെസ്റ്റിവൽ കമ്മിറ്റിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് കുട്ടീനെ നഷ്ടപ്പെട്ട കാര്യം പറയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കമ്മിറ്റിയിലുള്ള മാനും ഈ ചൈൽഡ്സ് ഫാദറും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് എഴുതാൻ പറഞ്ഞിട്ടത്. അപ്പോൾ മാൻ ഫസ്റ്റ് തന്നെ എന്താ ചോദിക്കാം? നമ്മളിപ്പോൾ ഒരു ഓഫീസിലേക്ക് ചെന്ന് മേ ഐ ഹെൽപ്പ് യു അല്ലേ, വെൽക്കം സാർ, വാട്ട് യു വാണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഐ ലോസ്റ്റ് മൈ ചൈൽഡ്. അപ്പോൾ മാൻ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള കാര്യങ്ങൾ, എവിടെ നിന്നാണ്, എപ്പോഴാണ്, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ഫാദർ അതിന് റിപ്ലൈ കൊടുക്കും. ആ ഒരു കോൺവെർസേഷനാണ് അവിടെ വരുന്നത്. ഇനി വരുന്നത് സീക്വൻസ് ദി ഈവൻറ്റ്സ്. ഇവിടെ തന്നിട്ടുള്ള ഐവാൻ്റെ സ്റ്റോറിയിൽ, ഡു യു റിമെമ്പർ ഐവാൻ? ഐവാനെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ഹിയർ ആർ സം ഈവൻറ്റ്സ് ഫ്രം ദി സ്റ്റോറി. ദ ലാംഗ്വേജ് ഓഫ് ബേർഡ്സ്. ലാംഗ്വേജ് ഓഫ് ബേർഡ്സിലെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ഓർഡർ ചെയ്യണം. 1 2 3 4 5 എന്ന് അറേഞ്ച് ചെയ്യാണ് വേണ്ടത്. ദ മെർച്ചൻറ്റ് പുഷ് ദ ബോട്ട് ഇൻ ടു ദി ഓപ്പൺ സീ. ദ മെർച്ചൻറ്റ് ബിക്കെയിം ദ സെർവൻറ്റ്. Ivan became the king. The captain saw huge waves breaking in the sea. The merchant gave Ivan a drink. ഇത് ഓർഡറിലാക്കി ഇവിടേക്ക് എഴുതാൻ എളുപ്പമാണ്.
ലാസ്റ്റ് ആക്ടിവിറ്റി ക്രോസ് വേർഡ് പസിലാണ്. ക്രോസ് നേരെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. ഇവിടെ 1 എന്നുള്ള കോളത്തിൽ നേരെ, 2 എന്നുള്ള കോളത്തിൽ നേരെ, 3 എന്നുള്ള കോളത്തിൽ നേരെ ആണ് എഴുതേണ്ടത്. ദ കിങ് ഓഫ് ദി കൺട്രി വാസ് വെരി മച്ച്. Ivan went to the dash. The king ordered the man to stop cutting the dash. Next, Ivan asked the dash to open the window. Many dash perched on the window. അപ്പോൾ ഈ ഒരു നമ്മുടെ സ്റ്റോറി പോർഷനിൽ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളോട് ഈ ഒരു വേർഡ് പസിൽ ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത്രയായിരുന്നു ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് അറ്റൻഡ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേ പാറ്റേണിൽ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.